നമുക്ക് ആ വിശകലനത്തിലേക്ക് വളരെ വ്യക്തമായി തന്നെ പോകേണ്ടതുണ്ട്. ഇപ്പോൾ ശ്രീ RV ബാബു ടെലിഫോൺ ലൈനുണ്ട്, ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധി. ശ്രീ RV ബാബു, ഇപ്പോൾ സ്വാമി സച്ചിദാനന്ദ ന്യൂസ് 18 നടത്തിയ ഒരു പരാമർശമാണ്. അതിൽ ഒന്ന് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ ചുരിദാറിന് മുകളിൽ മേൽമുണ്ട് ധരിക്കുന്ന ആചാരം അന്ധവിശ്വാസമാണ്, അത് പാടില്ല, അത് മാറ്റണം. മറ്റൊന്ന്, ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണമെന്ന ആവശ്യം. ഇത് എന്താണ് ശിവഗിരി മഠം സച്ചിദാനന്ദ ഈ പരാമർശങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് താങ്കൾക്ക് മനസ്സിലാകുന്നു? ക്ഷേത്രങ്ങളിലെ ഒന്ന് ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചുള്ള ഇത്തരം കാര്യങ്ങള് ഒരു അത്ര വലിയ ഒരു പ്രശ്നമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിക്കുകയോ ഷർട്ട് ധരിക്കാതിരിക്കുകയോ കയറുന്നതൊന്നുമല്ല ഹിന്ദുക്കളെ സംബന്ധിച്ച് വലിയ പ്രശ്നം. അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നങ്ങൾ വേറെ ഉണ്ട്. ഹിന്ദുക്കൾ അഡ്രസ് ചെയ്യേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഈ വിഷയത്തില് പരാമർശിക്കുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അവിടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് ചില കടുത്ത നിഷ്കർഷയുണ്ട് ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ട്. അപ്പോ അതിൽ പാന്റ് ധരിക്കുന്ന കയറാൻ പാടില്ല, ചുരിദാർ ധരിച്ച് കയറാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ചില ഡ്രസ് കോഡുണ്ട്. അപ്പോ അത് പരിഹരിക്കേണ്ടത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തന്ത്രിയും അതേപോലെ ആ ക്ഷേത്രത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അതിന്റെ ദേവഹിതം പരിശോധിച്ചിട്ടും ഒക്കെയാണ് അത് പരിഹരിക്കേണ്ടതെന്നാണ് ഹിന്ദു സംഘടനകളും അതേപോലെ ആചാര്യന്മാരും ഒക്കെ പറഞ്ഞു വരുന്നത്. സച്ചിദാനന്ദ സ്വാമി ആ കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞു. അതായത് അത് ചെയ്യുന്നത് ഇപ്പോ ഒരു കാര്യം വളരെ ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് അവിടെ ഈ ഈശ്വരനെ പറ്റിക്കാനായിട്ട് ഈ ചുരിദാറിന്റെ മുകളിൽ അല്ലെങ്കിൽ പാന്റിന്റെ മുകളിൽ മുണ്ട് ധരിപ്പിക്കുന്ന ഒരു പരിപാടി. അപ്പൊ അടിയിൽ പാന്റ് ഇടുക, അതിന്റെ മുകളിൽ മുണ്ട് ധരിക്കുക, അല്ലെങ്കിൽ ചുരിദാർ ഇടുക, അതിന്റെ മുകളിൽ മുണ്ട് ധരിക്കുക എന്ന് പറയുമ്പോൾ അത് ഈശ്വരനെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെയുള്ള ഒരു രീതിയൊക്കെ അത് ക്ഷേത്രം തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പുറത്ത് അതിനുള്ള മുണ്ട് വരെ വാടകയ്ക്ക് കിട്ടും. അതെ അതെ അതെ, അതിന്റെ പേരിൽ ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. കച്ചവടം നടക്കുന്നു. അത് സത്യത്തില് പത്മനാഭൻ ഇതൊന്നും കാണില്ല, ഞാൻ പത്മനാഭനെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ ആളുകൾ ഇതൊക്കെ ചെയ്യുന്നത്. അത് ഭക്തിയിലുള്ള അല്ലെങ്കിൽ വിശ്വാസികൾ തന്നെ സ്വയം ആത്മവഞ്ചന നടത്തുന്നു എന്ന് അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. അതൊക്കെ ഒഴിവാക്കേണ്ടതെന്നാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ ഇത്തരം കാര്യങ്ങളിൽ ഞാനൊരു കാര്യം എന്ന് വെച്ചാൽ ഹിന്ദു സംഘടനകളുടെ ഭാഗത്ത് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കേണ്ടത് അതാത് ക്ഷേത്രങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള മണ്ഡലങ്ങളാണ്. ഗുരുവായൂരിലെ ചുരിദാർ പ്രശ്നം പരിഹരിച്ചത് ഗുരുവായൂരിലെ ദേവഹിതം മാനിച്ചുകൊണ്ടാണ്. അവിടെ തന്ത്രിമാരും ദൈവജ്ഞന്മാരും ഇരുന്ന് ചർച്ച ചെയ്ത് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതിനനുസരിച്ചിട്ടാണ് ഗുരുവായൂരിലെ ചുരിദാർ ധരിച്ചു കയറാവുന്ന സാഹചര്യം ഉണ്ടായത്. അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഒരു ഡ്രസ്സ് ഇടാമോ ഇടണ്ട എന്നുള്ളതൊന്നും ഒരു പ്രസക്തമല്ല. ഇടണമെങ്കിൽ ഇടാം, അത് തീരുമാനിക്കാവുന്ന ആളുകൾ തീരുമാനിക്കട്ടെ. അതിനകത്ത് പക്ഷേ എപ്പോഴും സാമൂഹ്യ പരിഷ്കരണത്തിൽ ഇതുപോലുള്ള ആളുകൾ അഭിപ്രായം പറയുന്നത് സ്വാഗതാർഹമാണ്. ശ്രീ RV ബാബു, ഹിന്ദു ഐക്യവേദി പോലെയുള്ള സംഘടനകൾ, വളരെ പ്രധാനപ്പെട്ട ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് ഇത്തരം അഭിപ്രായങ്ങൾ ചേർത്ത് വെക്കാം അല്ലെ? ഇത്തരം കാലാനുചിതമായ മാറ്റങ്ങൾ വേണം, ഈ അപരിഷ്കൃതമായ കാര്യങ്ങൾ മാറ്റിവെക്കണം, ഇത്തരം അടിച്ച് ഏൽപ്പിക്കലുകൾ ആചാരങ്ങളിൽ പാടില്ല, കുറച്ചുകൂടി സ്വതന്ത്രമായുള്ള ദർശനമൊക്കെ നമുക്ക് ഉത്തരേന്ത്യയിലേക്ക് സാഹചര്യങ്ങളൊക്കെ അറിയാം. അത്തരം സഹായകരമായ വിധത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആ ദേവസ്വം ബോർഡിലാണ്. ആ തീരുമാനം കാലാനുസൃതമായി എടുക്കുകയും വേണം അവർ. ഞാനേ ഒരു കാര്യം പറയാം. ഇത്തരം പരിഷ്കരണങ്ങളൊക്കെ ഒരു കാലോചിതമായി നടന്നു വരുന്നത് ഏത് മതത്തിനകത്താണ്? ഒന്നും പറഞ്ഞേ. അല്ല, ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി ഹിന്ദു മതത്തിന് അതിനെ മുൻകൈ എടുക്കാവുന്നതാണ്. അപ്പൊ ഹിന്ദു മതത്തിനകത്ത്, ഹിന്ദു ധർമ്മത്തിനകത്താണ് ഇത്തരം പരിഷ്കരണങ്ങൾ കാലോചിതമായിട്ട് നടന്നു വരുന്നത്. ഞാനിവിടെ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഇവിടെ ജനാഭിമുഖമായിട്ട് കുർബാന നടത്തണോ, അൾത്താരയ്ക്ക് തിരിഞ്ഞ് കുർബാന നടത്തണോ എന്നുള്ള വിഷയം എത്ര വലിയ കലാപത്തിനാണ് ഇടയാക്കിയത്. അങ്കമാലി, എറണാകുളം അതിരൂപതയും സീറോ മലബാർ സഭയും തമ്മിൽ ഇപ്പോഴും തുടരുന്നില്ലേ? ഞാൻ പറയുന്ന അത്തരം വലിയ പ്രശ്നങ്ങളും ഹിന്ദു സമൂഹത്തിനുണ്ടോ? ഇനി ഞാൻ ഇസ്ലാം മതത്തിനകത്ത് ഇപ്പോഴും പള്ളിയിൽ പ്രവേശനമില്ലാത്ത മുസ്ലിം സ്ത്രീകളില്ലേ? അതെന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത്? ഹിന്ദു വിഭാഗത്തിലുള്ള ഒരു വിഷയം നിങ്ങൾ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ എല്ലാ കാലത്തും ആചാര്യന്മാർ പറയുന്നുണ്ടെന്ന്. ഇതിനൊക്കെ വലിയ വിവാദമാക്കി ചർച്ചയാക്കി നിങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ പ്രസക്തിയെ ചോദ്യം ചെയ്യുകയല്ല കേട്ടോ. പക്ഷെ പൊതുവെ ഇത്തരത്തിലെ കാര്യങ്ങൾ ഹിന്ദു സമൂഹത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഭീമാകാരമായ പ്രശ്നങ്ങളാക്കി അവതരിപ്പിച്ച് ഹിന്ദു സമൂഹത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ആസൂത്രിതമായി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ശരി, മറിച്ച് എന്തുകൊണ്ടാണ് മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കാത്തതിനെ കുറിച്ച് ഒരു ചർച്ച നടത്താത്തത്?
എന്തുകൊണ്ടാണ് പൊതുയിടങ്ങളിൽ പോലും മുഖം മറച്ച് നടക്കുന്നതിനെ കുറിച്ച് ഒരു ചർച്ച നടത്താത്തത്? എന്തുകൊണ്ടാണ്? അതിനൊന്നും ആർക്കും ധൈര്യമില്ല. അതിനെ തൊട്ടാൽ പൊള്ളും, അതിനെ തൊട്ട് കഴിഞ്ഞാൽ കൈയുണ്ടാവില്ല, തലയുണ്ടാവില്ല എന്നുള്ള ഭയം ഇവിടുത്തെ സാംസ്കാരിക നേതാക്കന്മാർക്കുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർക്കുണ്ട്. ഹിന്ദുക്കൾ വഴിയിൽ കെട്ടിയ ചെണ്ടയാണ്, ആർക്കും കയറി കൊട്ടാം. ഇതല്ലേ ഒരു സാമാന്യ മനസ്സ്? അതുകൊണ്ടല്ലേ ഇത്തരം ചർച്ചകൾ ഹിന്ദു സമൂഹത്തിനുള്ളിൽ മാത്രം നടത്തുന്നത്? അത് സനാതനധർമ്മം ആയിക്കൊള്ളട്ടെ, ഷർട്ടിന്റെ വിവാദം ആയിക്കോട്ടെ, ഓരോ വിവാദങ്ങളും ഇത്തരത്തിൽ നടത്തുന്നത്. അത് ചർച്ചയാകുന്നത് ശ്രീ ആർ വി ബാബു, ഒരു നിമിഷം, ചർച്ചയാകുന്നത് ഹിന്ദു സമൂഹത്തിനുള്ളിലെ തന്നെ പ്രധാനപ്പെട്ട മതാചാര്യന്മാർ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് അത് ചർച്ചയ്ക്ക് അടിസ്ഥാനമാകുന്നത് എന്ന് കൂടി ചേർത്ത് വെക്കണം. ഇസ്ലാം മതത്തിനകത്ത് പരിഷ്കാരത്തിന്റെ വലിയ ചർച്ച നടത്തിയ ചേകന്നൂർ മൗലവിയുടെ അവസ്ഥ എന്തായി? എവിടെ പോയി ചേകന്നൂർ മൗലവി? ബോഡി കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? അതെ, ആ ബോഡി പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ ഹിന്ദു സമൂഹത്തിനകത്ത് ഇത്തരം അഭിപ്രായങ്ങൾ പറയട്ടെ എന്ന്, ഇതൊന്നും കേട്ടാൽ ഹിന്ദു സമൂഹം തകർന്ന് തരിപ്പണമാകുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ആസ് എ സൊസൈറ്റി ഇറ്റ് ഈസ് മച്ച് കോൺഫിഡൻസ്. അതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച്, ഹിന്ദു ഐക്യവേദിയെ സംബന്ധിച്ച്, ഇത്തരം കാര്യങ്ങളെക്കാൾ വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഹിന്ദു സമൂഹത്തിന്റെ മുന്നിലുണ്ട്. ഇറ്റ് ഷുഡ് ബി അഡ്രസ്ഡ്. ശരി, നന്ദി ശ്രീ ആർ വി ബാബു. നന്ദി ആർ വി ബാബു.